ബലാത്സംഗ കേസ് എടുത്തുവെങ്കിലും മുകേഷ് MLA സ്ഥാനം രാജിവെക്കണ്ട എന്ന CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. CPI ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം കണക്കിലെടുക്കുന്നില്ല. നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനും തീരുമാനമായി. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, മുകേഷ് രാജിവെക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് CPM എങ്ങനെ എത്തുന്നു? ഇന്ന് ചേർന്ന CPIMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം മുകേഷുമായി ബന്ധപ്പെട്ടുയർന്ന ലൈംഗിക ആരോപണ പരാതികളും ഒപ്പം തന്നെ മുകേഷിനെതിരെ പോലീസ് ചുമത്തിയ കേസുകളും വിശദമായി ചർച്ച ചെയ്തു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ CPIM സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ ഇതാണ്: തൽക്കാലം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല മുകേഷ് എന്നതാണ്. അതായത് ലൈംഗിക ആരോപണ പരാതി ഉയർന്നെങ്കിലും മുകേഷിനെ MLA സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടു പോകാനാണ് CPIMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ധാരണ. അത്തരമൊരു മറിച്ചൊരു തീരുമാനം തൽക്കാലം വേണ്ടതില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വ്യക്തമായ വിവരം. എന്തായാലും നേരത്തെ ഈ നിലപാട് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജൻ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ ലൈംഗിക പരാതികൾ നേരിട്ട ആരോപണങ്ങൾ ഉയർന്ന M വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും കോൺഗ്രസ് MLA-മാരാണ്. അവർ രാജിവെച്ചില്ലല്ലോ. അവർ രാജിവെച്ചാൽ മൂന്നാമത് രാജി എന്ന ആവശ്യത്തിന് കൂടി പ്രസക്തിയുണ്ട് എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. എന്തായാലും ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ CPIMന്റെ തീരുമാനവും എത്തി നിൽക്കുന്നത്. CPI കേന്ദ്ര നേതൃത്വം രാജി ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്തുണ്ടെങ്കിലും ആ ആവശ്യം കണക്കിലെടുക്കേണ്ടതില്ല എന്നാണ് CPIM അവൈലബിൾ സെക്രട്ടറി യോഗത്തിലുണ്ടായിരിക്കുന്ന ധാരണ. കാരണം സംസ്ഥാന നേതൃത്വം CPIയുടേത് ഇതുവരെ രാജി ആവശ്യം പരസ്യമായി ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനായി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ആ യോഗം ഇപ്പോൾ അല്പസമയം മുമ്പ് സമാപിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യോഗത്തിലും രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ടായി. ഭൂരിപക്ഷവും ഈ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന നിലപാടാണ് ഉയർത്തിയത്. മാത്രമല്ല, ഇത്തരം ഗുരുതരമായ ഒരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുകേഷ് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന പൊതുവികാരവും യോഗത്തിൽ ഉയർന്നു. എന്നാൽ തൽക്കാലം ഈ രാജി ആവശ്യം കടുപ്പിക്കേണ്ടതില്ല, പരസ്യമായി അത്തരമൊരു സമീപനമെടുത്ത് സംസ്ഥാന നേതൃത്വ ഘടകം മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് സെക്രട്ടറി ബിനോയ് വിശ്വം നിർദ്ദേശിച്ചത്. ഈ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ബിനോയ് വിശ്വം CPIM നേതൃത്വവുമായി ഇതിനകം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന വിവരവും എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ CPIയിൽ ഉറച്ച ശബ്ദങ്ങൾ നേരത്തെ പുറത്തു കേട്ടതാണ്. ആനി രാജയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ബിനോയ് വിശ്വവും ആദ്യഘട്ടത്തിൽ ആരോപത്തിൽ പ്രതികരിച്ചു. പക്ഷേ ഇപ്പോൾ കാത്തിരിക്കൂ എന്ന പ്രതികരണമാണല്ലോ ഏറ്റവും ഒടുവിൽ നടത്തിയത്. അതായത് CPIMുമായുള്ള ചർച്ച, CPIM ബിനോയ് വിശ്വത്തോട് സംസാരിച്ച ശേഷം ഒരു ഒത്തുതീർപ്പിലേക്ക്, ഈ കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇനി വരേണ്ടതില്ല എന്ന നിലപാടിലേക്ക് CPIയിലെ ഔദ്യോഗിക വിഭാഗം ബിനോയ് വിശ്വം എത്തുന്നു എന്ന സൂചന ലഭിക്കുമ്പോൾ അവിടെ കൊല്ലത്ത് CPIMന്റെ കൊല്ലം ഘടകം, കൊല്ലത്തെ ജില്ലാ നേതൃത്വവും മുകേഷിനെതിരാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ CPIMനെ പിന്തുണയ്ക്കുന്നവർ, ഇടത് നിലപാടെടുക്കുന്നവരെല്ലാം തന്നെ മുകേഷിന്റെ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തിലുണ്ട്. അപ്പോൾ ധാർമ്മികത എന്ന വിഷയത്തിൽ എന്ത് മറുപടി നൽകും CPIM? സ്മൃതി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന സമീപനമാണോ CPIM ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും അവരുടെ തന്നെ പാർട്ടിയിലെ നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഒപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായി ഉയരുമെന്ന കാര്യം തീർച്ചയാണ്. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള ഉറച്ച ശബ്ദങ്ങൾ CPIമിനകത്തു നിന്നും ഒപ്പം തന്നെ CPIമിനെ അനുകൂലിക്കുന്ന സൈബർ ഇടങ്ങളിലെ അവരുടെ പിന്തുണയ്ക്കുന്നവരും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും സമാനമായ അഭിപ്രായം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ CPIM ഇവിടെ അതിനോട് പിന്തിരിഞ്ഞു നിൽക്കുകയാണ്, മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം നിലവിൽ CPI കേരളത്തിലെ MLA-മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവർ മാറി നിന്ന ചരിത്രമില്ല, MLA സ്ഥാനം രാജിവെച്ച ചരിത്രമില്ല എന്നാണ് CPIM ഇതിന് കാരണമായി പറയുന്ന വിഷയം. അതാകട്ടെ കോൺഗ്രസിൻ്റെ രണ്ട് MLA-മാർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം ഉദാഹരണമായി എടുത്തു കാട്ടിക്കൊണ്ടാണ് CPIM നേതൃത്വം ഈ ന്യായീകരണം ഇവിടെ പറയുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ നയങ്ങൾ അതേപടി പിന്തുടരാനോ അവരുടെ രാഷ്ട്രീയ ധാർമ്മികത അതേപടി പിന്തുടരുന്ന പാർട്ടിയാണോ മുന്നണിയാണോ CPIമും ഇടതുപക്ഷവും എന്ന ചോദ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് മുമ്പിൽ കൃത്യമായ ഉത്തരം നൽകാതെ നേതൃത്വം ഒഴിഞ്ഞു മാറുകയുമാണ്. എന്തായാലും MLA സ്ഥാനം രാജിവെച്ചാൽ അതുണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കാണ് രാഷ്ട്രീയ ധാർമ്മികതയേക്കാൾ CPIM പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം കൊല്ലത്ത് മുകേഷ് MLA സ്ഥാനം രാജിവെച്ചാൽ ആ സീറ്റിൽ ഇനി ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരാൻ കഴിയുമോ എന്ന കാര്യം CPIമിന് ആശങ്കയുണ്ട്. മറ്റൊന്ന്, ഈ മുകേഷിൻ്റെ രാജി ഒരു കീഴ്വഴക്കമായി മാറുമോ എന്നും CPIM ആശങ്കപ്പെടുന്നു. ആ ആശങ്ക
CPIM-ന് മാത്രമല്ല CPI-യിലെ MLA-മാർക്കുണ്ട്, കോൺഗ്രസിലെ MLA-മാർക്കുണ്ട്, ലീഗിലെ MLA-മാർക്കുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും MLA-മാർക്കും ജനപ്രതിനിധികൾക്കും സമാനമായ ഒരു നിലപാടുണ്ട്. അതായത് ഒരു വ്യാജ പരാതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാതി വന്നാൽ MLA സ്ഥാനം രാജിവെക്കുന്നൊരു കീഴ്വഴക്കമായി മാറിയാൽ പിന്നെ എന്താകും കേരളത്തിലെ സ്ഥിതി എന്ന ആശങ്കാപൂർവ്വമുള്ള MLA-മാരുടെ ചോദ്യങ്ങൾക്ക് ചെവി കൊടുക്കാനാണ് CPM രാഷ്ട്രീയ ധാർമ്മികതയേക്കാൾ ശ്രമിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ മയപ്പെടുത്തിയ പ്രതികരണം ബിനോയ് വിശ്വത്തിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ അവരുടെ യോഗം ഓൺലൈനായി ചേർന്ന ശേഷമുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം, അതായത് കടകം മറിഞ്ഞുള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കാമോ? ഇതിൽ ഉറച്ച നിലപാടുള്ളത് ആനി രാജയ്ക്കാണ്. അത് അതിശക്തമായി തുടക്കത്തിൽ തന്നെ ആനി രാജ പറയുകയും ചെയ്തിരിക്കുന്നു. പ്രകാശ് ബാബു അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടാണെന്ന് മനസ്സിലാക്കുന്നു. CPI-യുടെ ദേശീയ സെക്രട്ടറി അംഗം ആനി രാജ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു എന്നിവർ രാഷ്ട്രീയ ധാർമ്മികതയിലൂന്നി ഇടതുപക്ഷത്തിൻ്റെ മൂല്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സമീപനമാണ് ഈ മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ട് വന്ന ലൈംഗിക ആരോപണ പരാതികളുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കേവലം പരാതികൾ മാത്രമല്ല, സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നു വന്ന വെളിപ്പെടുത്തലുകളും തുറന്നു പറച്ചിലുകളുമാണ് മുകേഷിനെതിരായ പരാതികളുടെ അടിസ്ഥാനം എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അനിതര സാധാരണമായ ഒരു സാഹചര്യമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് നിദാനമായത് സർക്കാരിൻ്റെ ഉറച്ച രാഷ്ട്രീയ തീരുമാനമാണ്. രാജ്യത്തെ ആദ്യമായിട്ടാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇത്തരമൊരു കമ്മിറ്റിയെ ഏതെങ്കിലും ഒരു സർക്കാർ നിയോഗിക്കുന്നത് എന്ന ചരിത്ര തീരുമാനമെന്ന് CPI-ഉം LDF ഉയർത്തിക്കാട്ടുമ്പോൾ എങ്ങനെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രകാശ് ബാബുവും അതോടൊപ്പം തന്നെ ആനി രാജയും ഒക്കെ ഉയർത്തിയത്. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ വില കൊടുക്കേണ്ടതില്ല എന്ന് CPI-യുടെ സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ കാരണം MLA-മാർക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണ പരാതിയിൽ രാജിവെക്കാൻ പോയാൽ അതൊരു കീഴ്വഴക്കമാകുമെന്ന ആശങ്ക കണക്കിലെടുത്താണ്. മാത്രമല്ല, രാജ്യാവശ്യം CPI സംസ്ഥാന ഘടകം ഉന്നയിച്ചാൽ അത് നടക്കണം, അത് നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ഒരു ആശങ്കയും നേതൃത്വത്തിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നടപ്പിലാകാത്തൊരാവശ്യം പരസ്യമായി ഉന്നയിച്ച് രാഷ്ട്രീയമായി നാണം കെടണോ എന്നൊരു ദുരഭിമാന ബോധവും CPI നേതൃത്വത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ മയപ്പെടുത്തിയുള്ള പ്രതികരണം പിന്നാലെ വരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ശരി, പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഇപ്പോൾ ആർ ശ്രീജിത്ത് നൽകിയിരിക്കുന്നത്. CPM അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം വന്നിരിക്കുന്നത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് രാജിവെക്കട്ടെ, എന്നാൽ MLA സ്ഥാനത്ത് മുകേഷ് തുടരട്ടെ എന്നുള്ളതാണ് CPM അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ് ഇക്കാര്യത്തിൽ CPM ഇങ്ങനെയൊരു തീരുമാനത്തിൽ പ്രധാനമായും കാരണമാകുന്നത്. മുകേഷ് അഥവാ രാജിവെച്ചാൽ ആ സ്ഥാനത്ത് ഒരു മത്സരം വന്നാൽ CPM-ന് ആ സീറ്റ് നഷ്ടമാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയരുന്നു. മാത്രമല്ല, ഇത്തരം ആരോപണങ്ങൾ ഏത് ഘട്ടത്തിലും ആർക്കെതിരെയും ഇടയ്ക്കിടെ ഉയർത്താം. അപ്പോൾ രാജിയാണോ പരിഹാരം എന്ന ചോദ്യം മറുചോദ്യമായി ഉന്നയിക്കാം. അപ്പുറത്ത് കോൺഗ്രസ് നേതാക്കൾ ലൈംഗികാരോപണം ഉയർന്ന ഘട്ടത്തിൽ കോൺഗ്രസ് MLA-മാർ രാജിവെച്ചിട്ടുണ്ടോ എന്ന ചോദ്യം മറുചോദ്യമായി ഉന്നയിക്കാം. ഇങ്ങനെ പിടിച്ചു നിൽക്കാം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ CPM-ന്റെ തീരുമാനം. നിലവിൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അവൈലബിൾ സെക്രട്ടേറിയറ്റ് നീങ്ങുന്നു. അവിടെ ഉറച്ച വ്യത്യസ്ത നിലപാട് പ്രകടിപ്പിച്ചത് CPI-യുടെ നിലപാട് ഇപ്പോൾ രണ്ടായി ഭിന്നിപ്പോടുകൂടി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ CPM നേതൃത്വം CPI സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിച്ചിരിക്കുന്നു. ബിനോയ് വിശ്വമായി സംസാരിച്ച ശേഷം അതിൽ ഒരു വെള്ളം ചേർക്കൽ ഉണ്ടായിരിക്കുന്നു നിലപാടിൽ. അത് CPM തീരുമാനിക്കട്ടെ, ഉറച്ച വ്യത്യസ്ത നിലപാട് പുറത്തു പറയേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPM സെക്രട്ടേറിയറ്റിൽ CPI യോഗത്തിലും അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.